Learning, powered by Elegant Central Education and Research Center. കുഞ്ഞുമക്കളെ, ഇതുവരെയുള്ള ഭാഗം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ പൂരിപ്പിച്ചിട്ടുണ്ടാവില്ലേ? മറക്കരുത് കേട്ടോ. ഇനി അടുത്ത ഭാഗം നോക്കൂ. പച്ചപ്പുളി കടിച്ചു തിന്നുന്നു. അതായത് നമ്മളോട് അഭിനയിക്കാനാണ് പറയുന്നത്. പച്ചപ്പുളി കടിച്ചു തിന്നുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ മുഖം? ടീച്ചർക്ക് അത് അഭിനയിച്ചിട്ട് ഒന്ന് അയച്ചു തന്നോളൂ കേട്ടോ. അതുപോലെ തന്നെ ആഹാരം കഴിക്കുന്നതിനിടയിൽ മുളക് കടിക്കുന്നു. ഒശു, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ മുളക് കടിക്കുമ്പോൾ നമ്മൾ എന്താ കാണിക്കുക? എരിഞ്ഞിട്ടല്ലേ. പിന്നെ ഐസ് കട്ട കയ്യിലെടുക്കുന്നു. ഐസ് കട്ട കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര തണവായിരിക്കും. അടുത്തതോ ചൂടുള്ള ചായ കുടിക്കണു. നല്ല ചൂടുള്ള ചായ വായല വെച്ചാൽ എന്താ ഉണ്ടാവുക നമുക്ക്? അപ്പോൾ കുഞ്ഞുങ്ങൾ 1, 2, 3, 4 ഈ 4 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെയാവും എന്ന് ഒന്ന് വീഡിയോ എടുത്ത് ടീച്ചർക്ക് അയക്കണം. ഇനി നോക്കാം. ചൊല്ലി രസിക്കാം. പത്തിരി ചുട്ടു പാത്തുമ്മ, പതുങ്ങി എത്തി പൂച്ചമ്മ. എന്നിട്ട് എന്താ ഉണ്ടാവുക? പത്തിരി തിന്നു പൂച്ചമ്മ, വടിയെടുത്തു പാത്തുമ്മ. അല്ലേ? പത്തിരി ചുട്ടു പാത്തുമ്മ, പതുങ്ങി എത്തി പൂച്ചമ്മ. പിന്നെയോ പത്തിരി തിന്നു പൂച്ചമ്മ, വടിയെടുത്തു പാത്തുമ്മ. വീട്ടിൽ വളർത്തുന്ന ജീവികൾ എന്തെല്ലാമാണ് കഴിക്കാറുള്ളത്? അതൊന്നാലോചിച്ച് കണ്ടുപിടിച്ചിട്ട് എഴുതാൻ പറ്റുമോ? അപ്പോൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? വീട്ടിൽ വളർത്തുന്ന ജീവികൾ എന്ന് നമ്മുടെ നോട്ട് ബുക്ക് ആദ്യം എടുക്കുക. നോട്ട് ബുക്കിൻ്റെ നടുക്കൊരു കള്ളി വരയ്ക്കുക. എന്നിട്ട് ഒരു ഭാഗത്ത് വീട്ടിൽ വളർത്തുന്ന ജീവികൾ എന്ന ഹെഡിങ് എഴുതുക. മറ്റേ ഭാഗത്തോ ആഹാരം എന്നെഴുതുക. എന്നിട്ട് വീട്ടിൽ വളർത്തുന്ന ഒരു ജീവിയാണ് നമ്മുടെ പത്തിരി തിന്ന പൂച്ച, അല്ലേ? അപ്പോൾ പൂച്ച എന്നെഴുതുക. പൂച്ചയുടെ അപ്പുറത്ത് പൂച്ച എന്തൊക്കെയാണ് തിന്നുക? മീൻ, പാല്, ചോറ് ഒക്കെ തിന്നും, അല്ലേ? അതുപോലെ വീട്ടിൽ വളർത്തുന്ന മറ്റൊരു ജീവിയാണ് നായ. നായ എന്തൊക്കെയാ ആഹാരം? നായയുടെ ആഹാരം എന്താണെന്ന് നമുക്കറിയാം, ഇല്ലേ? അതുപോലെ വീട്ടിൽ വളർത്തുന്ന മറ്റു ജീവികളുടെ പേരും കൂടി എഴുതി മക്കള് അവയുടെ ആഹാരം എന്താന്ന് കണ്ടെത്തി എഴുതി ടീച്ചർക്ക് അയക്കണം. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.